ഹരേ കൃഷ്ണ. രാധേ രാധേ. ഷഡ്തില ഏകാദശിയുടെ കഥ കേൾക്കാം. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ഗോവിന്ദനെ സ്മരിക്കലും ഏകാദശിയിലെ ഉപവാസം, ഇത് രണ്ടും എല്ലാ ജീവജാലങ്ങളെയും ഭവസാഗരത്തിൽ നിന്നും മുക്തരാക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ സാമാന്യ രൂപത്തിൽ ഭൗതിക ലോകത്തിലുള്ളവർ തങ്ങളുടെ പാപങ്ങൾ നഷ്ടമാക്കാനും ശരീരം ഊർജ്ജസ്വലം ആക്കാനും ആയിട്ടാണ് ഈ ഏകാദശി വ്രതം എടുക്കുന്നത്. എങ്കിൽ കൃഷ്ണഭക്തരായിട്ടുള്ളവർ, അതായത് വൈഷ്ണവർ, ഏകാദശി വ്രതം വിഷ്ണുവിനെ പ്രസന്നനാക്കുന്നതിനും തൻ്റെ ഭക്തിപദത്തിൽ ഒരു പടി മുന്നോട്ടു പോകാനായിട്ടുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 25-ാം തീയതി, ഈ ജനുവരി 25-ാം തീയതിയാണ് ഷഡ്തില ഏകാദശി. ഈ ഏകാദശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷഡ്തില എന്ന പേര് പറയുന്നതിന് കാരണം ഈ ദിവസം എള്ള് 6 തരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ മഹത്വമുള്ളതാണ്. എള്ളിട്ട വെള്ളത്തിൽ കുളിക്കുക, എള്ള് പൊടിച്ച് തേച്ച് കുളിക്കുക, എള്ള് കൊണ്ട് യജ്ഞം ചെയ്യുക, എള്ളിട്ട വെള്ളം കുടിക്കുക, എള്ള് ദാനം ചെയ്യുക, എള്ളിട്ട ആഹാരം കഴിക്കുക. അതുകൊണ്ടാണ് ഇതിന് ഷഡ്തില ഏകാദശി. തില്ല് എന്ന് വെച്ചാൽ ഹിന്ദിയിലെ വേർഡാണ്. തില്ലിന് എള്ള് എന്ന് പറയും. ഷഡ് എന്ന് വെച്ചാൽ 6. സാധാരണയായി ബാക്കി ഏകാദശികളിൽ എള്ള് കഴിക്കുന്നത് വർജ്യമാണ്. എന്നാൽ ഈ വിശേഷ ഏകാദശിയിലാണ് എള്ള് കഴിക്കുന്നതും ഉപയോഗിക്കുന്നത്. എല്ലാ പേരും തയ്യാറായിക്കൊള്ളൂ നമുക്ക് ഈ എള്ള് കൊണ്ടുള്ള ഷഡ്തില ഏകാദശി പാലിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഷഡ്തില ഏകാദശിയിലെ ആ കഥ കേൾക്കാം. ഭവിഷ്യോത്തർ പുരാണത്തിലെ അതിസുന്ദരമായ ഒരു പൗരാണിക കഥയുണ്ട്. ഈ ഷഡ്തില ഏകാദശിയെക്കുറിച്ചുള്ള ആ കഥ നമുക്ക് കേൾക്കാം. ഒരു സമയം യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണനോട് ചോദിച്ചു, ഹേ ജനാർദ്ദന, മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തില് ഏത് ഏകാദശിയാണ് വരുന്നത്? അതിൻ്റെ മഹത്വം എന്താണ്? എനിക്കൊന്ന് വിശദമായി ഇതിനെക്കുറിച്ചു പറഞ്ഞു തന്നാലും. ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ രാജൻ, മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി ഷഡ്തില എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാ പാപങ്ങളുടെയും നാശം ചെയ്യുന്ന ഈ ഏകാദശിയുടെ കഥ പുലസ്ത്യമുനി താലഭ്യമുനിയോട് പറഞ്ഞതാണ്. ഞാൻ അവിടെ പറഞ്ഞ കഥ ഒന്നുകൂടി പറഞ്ഞ് കേൾപ്പിക്കാം, നീ ശ്രദ്ധിച്ചു കേട്ടോളൂ. താലഭ്യമുനി വിദ്വാനായ പുലസ്ത്യമുനിയോട് ചോദിച്ചു, മൃത്യുലോകത്തിലെ പ്രാണികൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരെ നരകത്തിൽ നിന്നും രക്ഷിക്കാൻ എന്തെങ്കിലും ഉപായം ഉണ്ടോ മുനെ? എന്നോട് പറഞ്ഞാലും ഇതിനെന്താണൊരു നിവൃത്തിയുള്ളത്? പുലസ്ത്യമുനി പറഞ്ഞു, അല്ലയോ മുനെ, മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെ ഷഡ്തില ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഏത് വ്യക്തി ഷഡ്തില ഏകാദശിയിൽ എള്ളിൻ്റെ ദാനം ചെയ്യുന്നുവോ 1000 വർഷം സ്വർഗത്തിൽ വസിക്കാനായി യോഗ്യനായി വരും. വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്, നീ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു ബ്രാഹ്മണ സ്ത്രീ ജീവിച്ചിരുന്നു. ബ്രഹ്മചര്യയും പാലിച്ച് അവർ ഭഗവാനെയും പൂജിച്ച് ആരാധിച്ച് അനേക വർഷം ജീവിച്ചിരുന്നു. വ്രതവും ഉപവാസവും ചെയ്തിരുന്നു. പക്ഷേ അവർ ഒരിക്കലും തന്നെ ബ്രാഹ്മണർക്കോ ദേവതകൾക്കോ അന്നത്തിൻ്റെ ചെറിയ ഒരു അന്നം പോലും ദാനം ചെയ്തിട്ടില്ല. അനേകം യജ്ഞങ്ങളും തപസ്സിൻ്റെയും ഒക്കെ കാരണം കൊണ്ട് അവരുടെ ശരീരം വളരെ ദുർബലമായി. അവർ വളരെ ശുദ്ധയായിരുന്നു, പക്ഷേ അന്നദാനം ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ തപസ് പൂർണ്ണമായില്ലായിരുന്നു. ഒരു ദിവസം അവരെ പരീക്ഷിക്കാനായി ശ്രീകൃഷ്ണൻ ബ്രാഹ്മണന്റെ രൂപത്തിൽ അവരുടെ വീട്ടിലെത്തി. അവിടെ വന്ന അന്നത്തിന്റെ ഭിക്ഷ ചോദിച്ചു. ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന ഭഗവാനോടായി ചോദിച്ചു, അല്ലയോ, അങ്ങ് എവിടുന്നു വരുന്നു? ബ്രാഹ്മണൻ മനഃപൂർവ്വം ഒന്നും മിണ്ടിയില്ല. പല പ്രാവശ്യം ചോദിച്ചതിന് ശേഷവും ഉത്തരം കിട്ടാതിരുന്നത് കൊണ്ട് ആ ബ്രാഹ്മണിക്ക് വല്ലാതെ ദേഷ്യം വന്ന അവർ ഭഗവാന്റെ ഭിക്ഷാപാത്രത്തിൽ മണ്ണിട്ടു. ഇത് കണ്ട ഭഗവാൻ അവിടുന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. തൻ്റെ തപസ്യയുടെയും വ്രതത്തിൻ്റെയും ഫലമായി ആ ബ്രാഹ്മണി മരിച്ചതിന് ശേഷം ഭഗവാന്റെ ധാമത്തിലെത്തി, അതായത് ഭഗവാന്റെ ലോകത്തിൽ തന്നെ എത്തി. പക്ഷേ അവിടെ കാന്തി ഒന്നുമില്ലാത്ത, ഒരു ഐശ്വര്യവുമില്ലാത്ത
സമൃദ്ധിയോ ഒന്നുമില്ലാത്ത ഒരു ഭംഗിയുമില്ലാത്ത ഒരു കൊട്ടാരമാണ് അവർക്ക് കിട്ടിയത്. കൂടാതെ അവരും കാന്തിഹീനയായിരുന്നു. അവിടെ അന്നത്തിന് യാതൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ബ്രാഹ്മണി ദേഷ്യത്തോടെ ഭഗവാനോടായി ചോദിച്ചു, അല്ലയോ ജനാർദ്ദന, ഞാൻ അങ്ങയുടെ എല്ലാ വ്രതവും തപസ്യയും ചെയ്തിട്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് അന്നത്തിൻ്റെ അഭാവം എന്തുകൊണ്ട് വന്നു? ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണി, നീ നിന്റെ വീട്ടിലായി തിരിച്ചു പോകൂ. അവിടെ ദേവതമാരുടെ ഭാര്യ വരും. അവരോട് ഷട്ടില ഏകാദശിയുടെ മഹിമ ചോദിച്ചിട്ട് വീടിനുള്ളിൽ കയറാൻ കൊടുത്താൽ മതി. അതായത് വീടിൻ്റെ വാതിൽ തുറക്കുക, അല്ലെങ്കിൽ തുറക്കരുത്. അവരതിന് ഉത്തരം പറഞ്ഞ്, അതായത് ആ കഥ പറഞ്ഞു തന്നാൽ മാത്രം തുറന്നാൽ മതി അതിൻ്റെ മഹിമ ഷട്ടില ഏകാദശിയുടെ. ഇത് കേട്ട ബ്രാഹ്മണി തിരിച്ചുപോയി വീട് വാതിൽ അടച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ദേവതമാരുടെ പത്നി വന്നു. അവരോട് വാതിൽ തുറക്കാനായി പറഞ്ഞു. ആ സമയം ഷട്ടില ഏകാദശിയുടെ മഹിമ പറഞ്ഞു തരാനായി ബ്രാഹ്മണി ദേവപത്നിമാരോട് പറഞ്ഞു. ദേവപത്നിമാർ ആ കഥ പറഞ്ഞതിനു ശേഷം ബ്രാഹ്മണി വാതിൽ തുറന്നു. അങ്ങനെ ആ ബ്രാഹ്മണി ഷട്ടില ഏകാദശി അതേപടി പാലിച്ചു. ബ്രാഹ്മണിക്ക് ആ ഏകാദശിയുടെ പ്രഭാവത്താൽ ധനവും ധാന്യവും സൗന്ദര്യവും പ്രാപ്തമായി. ഇങ്ങനെ പറഞ്ഞ പുലസ്ത്യമുനി കഥയുടെ അവസാനം പറഞ്ഞ്, ഏതൊരു വ്യക്തി ഈ ഏകാദശി ശ്രദ്ധയോടെ എല്ലാ നിയമങ്ങളും പാലിച്ച് ചെയ്യുന്നുവോ ആ ആളിന് എല്ലാ പ്രകാരത്തിലുള്ള ദാരിദ്ര്യം, ആധ്യാത്മികതയും മാനസികവും ശാരീരികവുമായ ദൗർഭാഗ്യത്തിൽ നിന്നും ഒക്കെ മുക്തി കിട്ടും. വാസ്തവത്തിൽ ഈ ഏകാദശി പാലിച്ച് ദാനം, യജ്ഞം, എള്ള് കഴിച്ച്, അതായത് എള്ള് സേവനം ചെയ്ത വ്യക്തിക്ക് പൂർവജന്മങ്ങളിലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ മരിച്ചതിന് ശേഷം ഭഗവാനിൽ ലയിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഏകാദശി, ഷട്ടില ഏകാദശി ഈ ജനുവരി 25-നാണ്. ജനുവരി 25, 2025-നാണ്. എല്ലാ പേരും കാത്തിരുന്നോളൂ നമുക്ക് ഷട്ടില ഏകാദശി അതേപോലെ പാലിക്കാനായിട്ട്. അപ്പോൾ ഷട്ടിലയുടെ ഏകാദശിയുടെ പേരെന്തുകൊണ്ടാണ് വരാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏകാദശി ദിനം എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ താഴെ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഷട്ടില ഏകാദശി എല്ലാ പേർക്കും പാലിക്കാനായി, അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ.